നമസ്കാരം. ഗുരുതരമായ കുറ്റകൃത്യങ്ങളും കേസ് അട്ടിമറികളും നടത്തി സർവീസിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിക്കൂട്ടി വീട്ടിലിരിക്കുന്ന മുൻ ADGP MR അജിത് കുമാറിന് നാണംകെട്ട ഒരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ്. തന്റെ സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണം. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പുതിയ DGPമാരെ തീരുമാനിക്കുമ്പോൾ തനിക്ക് താഴെയുള്ള ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കിട്ടുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അജിത് കുമാർ അടിയന്തര ഹർജിയുമായി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. എന്നാൽ അജിത് കുമാർ ഒരു DGP ആകാൻ അല്പം പോലും യോഗ്യനല്ലെന്നും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും സർക്കാർ കോടതിയിൽ തുറന്നടിച്ചു. 3 മണിക്കൂർ നീണ്ട വാദങ്ങൾക്കൊടുവിൽ അജിത് കുമാറിന്റെ സ്റ്റേ ഹർജി ട്രിബ്യൂണൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രഥമദൃഷ്ട്യാ കുറ്റം ബോധ്യപ്പെടുത്തേണ്ടെന്നും സസ്പെൻഷൻ നടപടിക്ക് മതിയായ കാരണമുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് അജിത് കുമാറിന്റെ വാദങ്ങൾക്ക് മേൽ ട്രിബ്യൂണൽ തിരിച്ചടി നൽകിയത്. സസ്പെൻഷൻ ആയിരുന്നിട്ടും അജിത് കുമാർ ട്രിബ്യൂണലിനെ സമീപിച്ചതിന് പിന്നിൽ വ്യക്തമായ വ്യക്തി താൽപര്യങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടായിരുന്നു. പുതിയ DGPമാരെ നിശ്ചയിക്കാൻ മന്ത്രിസഭാ യോഗം നാളെ ചേരാനിരിക്കെയായിരുന്നല്ലോ അജിത് കുമാർ ഈ ഒരു ധൃതി പിടിച്ച സ്റ്റേ അപേക്ഷയുമായി കോടതിയിലെത്തുന്നത്. സസ്പെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് താഴെയുള്ള കേഡറിലെ ഉദ്യോഗസ്ഥർ DGP റാങ്കിലേക്ക് ഉയർത്തപ്പെടും. അതെന്ത് വില കൊടുത്തും തടയുകയായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം. മുഖ്യമന്ത്രി ഒപ്പിടേണ്ട സസ്പെൻഷൻ ഉത്തരവിൽ ചീഫ് സെക്രട്ടറി ഗവർണർക്ക് വേണ്ടി ഒപ്പിട്ടത് നിയമവിരുദ്ധമാണെന്നും തനിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പരിധി ലംഘിച്ചതാണെന്നും ഒക്കെ വാദിച്ച് രക്ഷപ്പെടാൻ അജിത് കുമാറിന്റെ അഭിഭാഷകൻ ശ്രമിച്ചു. എന്നാൽ കേസ് അട്ടിമറിച്ച ചരിത്രമുള്ള അജിത് കുമാറിന്റെ ഈ അടവുകളൊന്നും ട്രിബ്യൂണലിന്റെ മുന്നിൽ ചിലവായില്ല. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സ്റ്റേറ്റ് അറ്റോർണി അനൂപ് V. നായർ അജിത് കുമാറിന്റെ കുതന്ത്രങ്ങൾ ഒന്നൊന്നായി തുറന്നുകാട്ടുകയായിരുന്നു. MR അജിത് കുമാർ മുൻപ് നിർണായകമായ പല കേസുകളും അട്ടിമറിക്കാൻ നേരിട്ട് ഇടപെട്ടുവെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന തരത്തിൽ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് സർക്കാർ വ്യക്തമായ തെളിവുകൾ നിരത്തി. DGP എന്ന ഉയർന്ന റാങ്കിലേക്ക് വരാനോ IPS പദവി അലങ്കരിക്കാനോ യോഗ്യനല്ലാത്ത വിധം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ വ്യക്തിയാണ് അജിത് കുമാർ എന്ന് സ്റ്റേറ്റ് അറ്റോർണി വാദിച്ചു. സർക്കാരിന്റെ ഈ ശക്തമായ നിലപാട് ജസ്റ്റിസ് ഹരിപാൽ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. 3 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് അജിത് കുമാറിന്റെ ഉത്തരവിന് സ്റ്റേ നൽകില്ലെന്ന് കോടതി ഉത്തരവിട്ടത്. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നും സർക്കാർ എടുത്ത സസ്പെൻഷൻ നടപടി തികച്ചും ശരിയാണെന്നും ജസ്റ്റിസ് ഹരിപാൽ നിരീക്ഷിച്ചു. സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതോടെ അജിത് കുമാറിന്റെ DGP കസേര സ്വപ്നങ്ങൾ അപ്പാടെ തകർന്നു. കേസിന്റെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് 20 മാറ്റിയിരിക്കുകയാണ്. അന്ന് സർക്കാരിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ അജിത് കുമാർ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരും. ഉന്നത പോലീസ് പദവികൾ ദുരുപയോഗം ചെയ്ത് അഹങ്കാരം കാണിച്ച ഒരു ഉദ്യോഗസ്ഥന് കിട്ടിയ അർഹിക്കുന്ന ശിക്ഷയാണ് ഈ ഒരു കോടതി വിധി. തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ DGP ആക്കുന്നത് തടയാൻ നോക്കിയെങ്കിലും സ്റ്റേ കിട്ടാത്തത് കൊണ്ട് തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിന് പുതിയ DGPമാരെ നിശ്ചയിക്കാൻ യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല. സർവീസിലിരുന്നു കൊണ്ട് ഏതെല്ലാം കേസുകൾ അട്ടിമറിച്ചോ അതൊക്കെ ഒടുവിൽ തനിക്കെതിരെ തന്നെ തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഈ വിഷയത്തിൽ ഓഗസ്റ്റ് 20 വരുന്ന അന്തിമ വിധി മാത്രമാണ് അജിത് കുമാറിന് മുന്നിലുള്ള ഒരേ ഒരു വഴി. കേസ് അട്ടിമറിക്കാനും അധികാരം ദുർവിനിയോഗം നടത്താനും ഒരു മടിയും കാണിക്കാതിരുന്ന MR അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് കിട്ടിയത് 8ന്റെ പണി തന്നെയാണ്. തനിക്ക് താഴെയുള്ളവർ DGP ആകുന്നത് തടയാൻ അടിയന്തര സ്റ്റേ ചോദിച്ചു ചെന്ന അജിത് കുമാറിനോട് താൻ DGP ആകാൻ അർഹനല്ല എന്ന് സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കാനും കോടതിയെ കൊണ്ട് സസ്പെൻഷൻ ശരിവെപ്പിക്കാനും മാത്രമേ സാധിച്ചുള്ളൂ. കസേരമോഹവുമായി കോടതികൾ കയറി ഇറങ്ങിയാലും ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് അത്ര എളുപ്പം ഓടിയൊളിക്കാൻ ഈ ഉന്നത ഉദ്യോഗസ്ഥന് സാധിക്കില്ലെന്ന് ഉറപ്പാണ്.